Okay, we are going to start our class. Now you can mark your attendance. Guys, type present once more. Guys and Nita, type once more. Make it fast. എല്ലാവരും പ്രസന്റ് ഇത് വേഗം മാർക്ക് ചെയ്യണേ. റെക്കോർഡ് ചെയ്തതിന് ശേഷമുള്ള അറ്റൻഡൻസ് മാത്രമേ മിസ്സിന് കിട്ടുള്ളൂ. Okay then, take your English textbook. We have no such time. You can take your English textbook page number 13. We have to finish this poem and we have to begin the next story. Okay, page number 13, M bit. Look at the M bit. Imagine yourself to be the man in the story. You have to imagine to be the man in the story. Which man? That the greedy man. Okay. Imagine yourself to be the man in the story. Which man? That greedy man. Okay. You realize your mistake and decide to return to the forest and apologize to the tree god. Okay. Now, our man in the story realized his mistake and he went to the forest to see the tree god for apologize. Okay. Work with a partner and do the role play. You have to finish that conversation. അവിടെ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. നമ്മുടെ ഗ്രീഡി മാൻ തന്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് ട്രീ ഗോഡിന്റെ അടുത്ത് വന്ന് ക്ഷമ ചോദിക്കുന്ന ഒരു ഭാഗം കോൺവെർസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണുള്ളത്. ഫസ്റ്റ് മാൻ, അതായത് നിങ്ങളാണല്ലോ ഇപ്പൊ മാൻ അല്ലേ? യെസ്. ഐ എം സോറി ട്രീ ഗോഡ്, ഐ ഹാവ് ബീൻ ഗ്രീഡി. എന്താ പറയുന്നത്? ഐ എം സോറി അല്ലേ, എന്നോട് ക്ഷമിക്കണം. I have been greedy. അല്ലെ, ഞാൻ ഗ്രീഡി ആയി പോയി. നിഹാര രാജേഷ്, തനുസ് കൃഷ്ണ. Do not disturb her, okay? തനുസ്. Okay. Then partner, tree god എന്താ പറയുന്നത്? The day you plucked the fruits was very sad day for the forest. അല്ലെ, tree god എന്താ മാനോട് പറഞ്ഞത്? ഗ്രീഡി മാനോട്. The day you plucked the fruits was very sad day for the forest. അല്ലെ, നിങ്ങൾ എന്നാ മാങ്ങകളൊക്കെ പറിച്ച ദിവസം ഈ ഫോറസ്റ്റിന്റെ ഒരു സങ്കട ദിവസമായിരുന്നു അല്ലെ? ദാറ്റ് വാസ് എ സാഡ് ഡേ ഫോർ us. സിദ്ധാർത്ഥ്, ടേക്ക് യുവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 13. ഓക്കെ, ഇനി എന്ത് എഴുതാം? ഇനി അടുത്തത് ആ മാൻ എന്ത് പറയുന്നതായിട്ട് എഴുതാം? ട്രൈ ടു കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. ആ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയേ. ഡു യു വാണ്ട് ഇറ്റ് as your homework ആയിട്ട് വേണോ ഇത്? തനി എഴുതാൻ മടിയാണല്ലേ റിലു? എന്താ പറഞ്ഞതാ മിസ്സിന്? നെക്സ്റ്റ് ആ മനുഷ്യൻ പറയുന്ന ഡയലോഗ് എന്തായിരിക്കും? ക്ഷമ പറയാൻ പോയതല്ലേ? ആണല്ലേ? എങ്ങനെ എഴുതാം? I was not ready to hear your voice. It was my mistake. അല്ലേ, അങ്ങനെ പറഞ്ഞൂടെ? I was not ready to listen your voice. അല്ലേ, ഞാൻ നിങ്ങളെ കേൾക്കാൻ തയ്യാറായിരുന്നില്ല. That was my mistake. അതെന്റെ തെറ്റായിരുന്നു. അപ്പൊ ട്രീ ഗോഡിന് എന്ത് പറയാം? Tree god, I told you to take as much as you need, but you plucked more mangoes. It made me angry. അല്ലേ, ഞാൻ നിന്നോട് നിനക്ക് ആവശ്യമുള്ളത് അത്രയും പറിച്ചോളം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. But you plucked more mangoes. Why did you pluck these much mangoes? It made me angry. അതുകൊണ്ടാണ് എനിക്ക് ദേഷ്യം വന്നത് അല്ലേ? I told you you can pluck as much as you want, but you plucked more mangoes and it made me angry. Yes. അപ്പൊ മനുഷ്യൻ എന്ത് പറയാം? ഞാൻ ട്രീ ഗോഡിൽ വിശ്വസിച്ചിരുന്നില്ല എന്ന് പറയാം അല്ലേ? I did not believe there to be a tree god. ഇവിടെ ഈ ഫോറസ്റ്റ് ഒരു ട്രീ ഗോഡ് ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നില്ല. I did not believe there to be a tree god. But when my mangoes were troubling out of the sack, became shocked. I became shocked. അല്ലേ, എന്റെ ചാക്കിൽ നിന്ന് മാങ്ങകള് ഉരുണ്ടു പോകാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് പേടിയായത്. ഞാൻ മനസ്സിലാക്കിയത് there is a tree god. അല്ലേ, when my mangoes crumbling out of the sack, I realized that there is a tree god. Yes, I became shocked. അപ്പൊ ട്രീ ഗോഡ് എന്താ പറയാ? അപ്പൊ ഞാൻ നിന്നൊരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചെന്ന് പറഞ്ഞൂടെ? Then I decided to teach you a lesson. അല്ലേ,
You should not be greedy. നീ ഒരിക്കലും ആർത്തിയുള്ളവനാവാൻ പാടില്ല. So I decided to teach you a lesson. Yes. My mangoes are for everyone, not just you. അല്ലേ? എന്റെ മാങ്ങകൾ എല്ലാവർക്കും ഉള്ളതാണ്. Not just for you. നിനക്ക് മാത്രമുള്ളതല്ല. Then man, I will never repeat it again. Really sorry for hurting you. അല്ലേ? ലാസ്റ്റ് ഡയലോഗ് ആയിട്ട് അത് എഴുതാം. മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ തനിയെ എഴുതാൻ പറ്റുമോ നോക്കുക ഇന്ന് രാത്രി. എന്നിട്ട് മിസ് നോട്ട് തന്നേക്കാം. ഓക്കെ ഓക്കെ യെസ്. എങ്ങനെ എഴുതാം? I will never repeat it again. അല്ലേ? ഞാനിത് ഒരിക്കലും ആവർത്തിക്കില്ല. I will never repeat it again and I am really sorry for hurting you. നിങ്ങളെ വേദനിപ്പിച്ചതിൽ, ട്രീ ഗോഡിനെ വേദനിപ്പിച്ചതിൽ ഖേദിക്കുന്നു. I am sorry for hurting you. അത്രയും എഴുതിയാൽ മതി. ഇപ്പൊ മിസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ തനിയെ എഴുതാൻ ശ്രമിക്കുക. ഓക്കെ റിലു, അലൻ എല്ലാവരും എഴുതുക കേട്ടോ. രാത്രി ഇന്ന് 8 മണിക്ക് മുന്നേയായിട്ട് ഈ ഹോംവർക്ക് എനിക്ക് എഴുതി അയച്ചു തരാം. ഇത് ഞാൻ കറക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് തരാം. ഓക്കെ സിദ്ധാന്ത്, ഡു യു വാണ്ട് ടു സേ എനിത്തിങ്? മിസ് എമ്മ M bit. Page number 13 M bit. Imagine yourself to be the man in the story. കണ്ടോ? എന്റെ മക്കള് തനിയെ എഴുതാൻ പഠിക്കണ്ടേ? എപ്പോഴും മിസ് എഴുതി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ എഴുതണ്ടേ? യെസ് ജോയൽ. മിസ് ഇത് നോട്ടിലേക്കാണ് എഴുതണ്ടേ? യെസ്. Okay, then write and think. Next work. N. Look at this photograph of a lake. Write 5 words about it. Can you say lake is there? Can you see the picture of a lake? ഒരു ലേക്കിന്റെ പിക്ചർ കാണുന്നുണ്ടോ? Okay. Then what is the question there? Write 5 words about it. അതിനെ കുറിച്ചിട്ട് ഒരു 5 words എഴുതുക. Not sentence. You have to write 5 words about that lake. ആ പിക്ചർ നോക്കിയിട്ട് ഒരു 5 വേർഡ്സ് എഴുതുക. എങ്ങനെ എഴുതാം? ഫസ്റ്റ് വൺ ദാറ്റ് ഇസ് ലേക്ക്. ലേക്ക് എന്ന് എഴുതാം അല്ലേ? ഫസ്റ്റ് വൺ ലേക്ക്. ഓക്കെ, ഡു നോട്ട് റൈറ്റ് നൗ. മിസ് ഇപ്പൊ പറയുന്നതേ ഉള്ളൂ. റൈറ്റ് ദർ ലേക്ക്. ഫസ്റ്റ് വൺ ലേക്ക് ആണ് അല്ലേ? പിന്നെ എന്ത് കാണാൻ പറ്റുന്നുണ്ട് അവിടെ? ആ പിക്ചറിൽ എന്ത് കാണാൻ പറ്റുന്നുണ്ട്? വേഗം പറഞ്ഞേ. ഞാൻ എല്ലാവരും അൺമ്യൂട്ട് ചെയ്യാം. Okay, tell me. Mountain. Then hills. Mountain നെക്കാളും നല്ല വേർഡ് എന്താണ് അവിടെ? Hills ആണ് അല്ലേ? First one lake, second one hills, third one green. We can see green color everywhere അല്ലേ? എല്ലായിടത്തും green color കാണാൻ പറ്റുന്നുണ്ടോ? Yes, we can see green color. Then cold. തണുപ്പായിരിക്കും അല്ലേ സ്ഥലത്ത്? Yes, cold. Then last one, that is a peaceful atmosphere. Is it? ആണോ? അതൊരു ശാന്തമായ സമാധാനത്തോടുള്ള ഒരു സ്ഥലമായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? That is a peaceful atmosphere. So we can write peaceful. Okay, peaceful. First one, lake, hills, green, cold, and peaceful. Okay, and Noka, at the last of the page, we can read. Now write a paragraph of 5 sentences in your notebook using the words you have written. അവിടെ പാരഗ്രാഫ് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തിനോണ്ടല്ലേ? ഒരു യെസ് ആസ്മി. Second one hills, 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 കുന്നുകൾ. Okay, now write a paragraph of 5 sentences in your notebook using the words you have written. നിങ്ങളോട് ഒരു പാരഗ്രാഫ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. Okay, write a paragraph about. നമ്മളിപ്പോ ഒരു 5 വേർഡ്സ് എഴുതിയില്ലേ? You have to write a paragraph with
the 5 words. ആ 5 words ഉപയോഗിച്ച് സെന്റൻസ് ആക്കുക. അതിനുശേഷം ഒരു പാരഗ്രാഫ് എഴുതുക. അതിനെന്ത് വേണം? ആദ്യം നമുക്ക് 5 സെന്റൻസ് എഴുതാം അല്ലേ? അല്ലേ? We do not talk. We can make 5 sentences by using these words. Okay? Lake വെച്ചിട്ട് സെന്റൻസ് പറയാമോ? Lake. Can you make a sentence with a lake? Lake വെച്ചിട്ട് സെന്റൻസ് എഴുതിയേ. Can you make a sentence with lake? This lake is deep. We can write it as this lake is very deep. അല്ലേ? ഈ ലേക്ക് എങ്ങനെയുള്ളതാണ്? It is very deep. ആഴമുള്ളതാണ് അല്ലേ? Yes. Then second one. Okay, there are many fish in this lake. We can write like this. There are many fish in this lake. ഈ ലേക്കിൽ ഒരുപാട് ഫിഷ് ഉണ്ട് എന്ന് എഴുതിക്കൂടെ? എഴുതാമോ? Yes, we can write like that. അപ്പൊ ലേക്കിനെ കുറിച്ചിട്ട് തന്നെ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്? 2 സെന്റൻസ് എഴുതിയിട്ടുണ്ട്. What was that? First one, this lake is very deep. There are lot many fishes in this lake. Then second one is hills. These hills are beautiful. We can write like that. These hills are beautiful. ഇത് മനോഹരമായ ഹിൽസ് ആണെന്ന് എഴുതിക്കൂടെ? എഴുതാം അല്ലേ? These are beautiful hills. Then, do you love to climb hills? കുന്നിന്റെ മുകളിലൊക്കെ കയറി പോകാൻ ഇഷ്ടമാണോ? Yes, we can write like that. We loved to climb hills. We loved to climb hills. Okay, then what is the third word? Which is the third word? Green. Green ആണ് അല്ലേ? Yes, green വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഒരു സെന്റൻസ് എഴുതിയേ green വെച്ചിട്ട്. She bought green apples. She bought green apples. Okay, there are Rilu പറഞ്ഞോ? There are Green. കേട്ടിട്ടില്ല മിസ്, ഒന്നുകൂടി പറഞ്ഞേ പൊന്നെ. There are full green. There are full green. We can see green color in every word അല്ലേ? Yes, then പിന്നെന്ത് എഴുതാം? മിസ്സേ ഞാൻ ഇപ്പഴാ കേറി, എനിക്ക് കിട്ടുന്നില്ലായിരുന്നു ക്ലാസ്. Page number 13. You can take the page number 13, last one. Look at this paragraph of a lake. You have to watch YouTube class, okay? YouTube class attend cheya. Okay, then called. Next word is called. Called വെച്ചിട്ട് sentence പറഞ്ഞേ. Called. Called ന് 2 മീനിങ് ഉണ്ട് അല്ലേ? പറഞ്ഞോ റിലു. It is a cold place. It is a cold place. Then Selna and Sana. Tell me. That's enough. Okay. Then peaceful. Write a sentence with a peaceful. Muhammad Shasin, why are you silent? Tell me a sentence with peaceful. മാം ഇത് ഇപ്പൊ തന്നെ നോട്ടിൽ എഴുതണോ? വേണ്ട. Tell me a sentence with peaceful. Peaceful വെച്ചിട്ടുള്ള sentence പറഞ്ഞ ഷസീൻ. This place is very peaceful area. Okay, that was it. Is a okay. Who is talking there? It is a peaceful atmosphere. No, it was a peaceful atmosphere. Do not talk, please. Then, can't you hear me? Yes, clear illa. കേൾക്കുന്നില്ലേ മിസ് പറയുന്നത്? ആർക്കാ കേൾക്കാത്തത്? കേൾക്കാം. ആരാധ്യ എല്ലാവർക്കും കേൾക്കാലോ? ഇറ്റ് മേ ബി യുവർ റേഞ്ച് പ്രോബ്ലം. ഓക്കെ, I will give it in a notebook. Okay.
You can write Yes, these sir. activities in your notebook. നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റീസ് ഒക്കെ നോട്ട്ബുക്കിൽ എഴുതാം. മിസ് നോട്ട് തരാം കേട്ടോ. Okay, then take the page number 14. Take the page number 14. It may be your range problem. നിങ്ങളുടെ range problem ആയിരിക്കും. You have to attend YouTube class, okay? YouTube class attend ചെയ്യുക. പറഞ്ഞോ സിദ്ധാന്തേ. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസറോ? ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുണ്ടല്ലോ മേഴ്സി മിസ്. മേഴ്സി മിസ് ക്വസ്റ്റ്യൻ ആൻസർ തന്നതല്ലേ? ആണോ? ഈ പാഠത്തിന്റെ ക്വസ്റ്റ്യൻ ആൻസർ തന്നിരുന്നു. സിദ്ധാന്ത്, you have to complete your notebook. ക്വസ്റ്റ്യൻ ആൻസർ തന്നതാണ്. ഓക്കെ, ഒരാള് പറഞ്ഞാൽ മതി. ഇതാ ഞാൻ നിങ്ങളെ അൺമ്യൂട്ട് ആക്കി വെക്കാത്തതിന്റെ കാരണം മനസ്സിലായല്ലോ. നമുക്ക് ടൈം ഇല്ല മക്കളെ. മിസ്സിനും ആഗ്രഹമുണ്ട് എന്റെ മക്കളോട് വർത്താനം പറയണമെന്ന്. നമ്മൾ ഒരു പാഠമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. Only one lesson. Okay, listen here. Joe the emoji. It is very funny poem. Joe the emoji. Okay, we are going to learn a new poem. It's about emoji. Are you familiar with this emoji? Do you know what is emoji? അറിയാമോ? ഇമോജി അറിയുന്നവർ എത്ര പേരുണ്ട്? What is emoji? എന്താ ഇമോജി? എന്താണ് ഇമോജി? Do you know what is emoji? ഇമോജി എന്താണെന്ന് അറിയേയില്ലേ? നിഹാരക്ക് അറിയേയില്ല, കണ്ടിട്ടേ ഇല്ല എവിടെ? നോ. ഇപ്പൊ ജൊഹാനെയും കണ്ടിട്ടില്ല. ഞാൻ ചോദിക്കുന്നു, പഠിച്ചോ? Okay, what is emoji? Shazin, എന്താ ഇമോജി? Many faces. Many faces ആണല്ലേ? Yes. What is emoji? അവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയ ബോക്സിൽ. എന്താ അത്? A small digital image used to express an idea or emotion. What is emoji? എന്താ ഇമോജി? ഇമോജി is a small digital image ആണല്ലേ? നമ്മൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും നമ്മൾ ചാറ്റിങ്ങിന് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ്? ഇമോജീസ് ആണ്, സ്മൈലീസ്. അറിയാമോ? ഇപ്പൊ അറിയാമോ നിഹാരക്ക്? അവിടെ കാണുന്നുണ്ട്. എന്തൊക്കെയുണ്ട്? സ്മോൾ ഡിജിറ്റൽ ഇമേജ് അല്ലേ? ഒരു ഡിജിറ്റൽ ഇമേജ് ആണ്. ദാറ്റ് ഈസ് വെരി സ്മോൾ ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ആൻ ഐഡിയ ഓർ ഇമോഷൻ. നമ്മളുടെ ഐഡിയ അല്ലെ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? സ്മൈലീസ് ആണ് അല്ലെങ്കിൽ ഇമോജീസ് ആണ് അല്ലേ? നമ്മളിത് പറയാൻ നിൽക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? കരയുന്ന ഇമോജി ഉണ്ട് അല്ലെ? ക്രൈയിങ് ഇമോജി ഉണ്ട്, ഹാപ്പി ഇമോജി ഉണ്ട് ഇല്ലേ? ഉണ്ടോ? എല്ലാം ഉണ്ട് അല്ലേ? We can express our emotion or ideas through these kinds of emojis. Okay, നമ്മൾ ചാറ്റിങ്ങിന് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് അല്ലേ? യെസ്. ഓക്കെ, then അതൊന്ന് വായിച്ചു നോക്കിയേ. I am Joe the emoji. I am Joe the emoji. Please, I am Joe the emoji. Okay. I am that smiley. എങ്ങനെ വായിക്കത്? I am. Okay, ഡാഷ് വെച്ച് നമുക്ക് നോക്കാം. ഡാഷ് when I am glad. എനിക്ക് സന്തോഷം ഉണ്ടാവുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ്? I am like this. എന്ത് ഇമോജി അത്? What can you understand from that emoji? എന്താ നിങ്ങൾക്ക് ആ ഇമോജി എന്ന് മനസ്സിലാവുന്നത്? That is a happy face അല്ലേ? I have happy face when I am glad അല്ലേ? എനിക്ക് സന്തോഷം വരുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ്? I will smile അല്ലേ? എനിക്ക് സന്തോഷം വരുമ്പോൾ ഞാൻ ചിരിക്കും. Yes, I am like this when I am glad. അല്ലാതെ ഈ പോയി നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. Okay, I am happy when I am glad. Next one, I am like this when I am angry. ഇനി എനിക്ക് ദേഷ്യം വന്നാൽ എങ്ങനെയാണ്? ആരോടെങ്കിലും ദേഷ്യം വന്നാൽ നമ്മൾ എനിക്ക് ദേഷ്യം വന്നു എന്ന് പറയോ? No, we will send this emoji to him അല്ലേ? നമുക്ക് അവർക്ക് എന്ത് ചെയ്യും? ഈ ഇമോജി അങ്ങ് അയച്ചു കൊടുക്കും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഓപ്പോസിറ്റുള്ള ആൾക്ക് ദേഷ്യം വന്നിട്ടുണ്ട് അല്ലേ?
മനസ്സിലാവുന്നുണ്ടോ? Okay, listen here. First one, I am draw the emoji. I am like this when I am glad. Again, the first one face, smile, happy, excited. അല്ലേ? നമ്മള് ചിരിക്കുന്ന സമയത്ത്, നമ്മൾ സന്തോഷിക്കുന്ന സമയത്ത് അല്ലെ, എക്സൈറ്റഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഏത് സ്മൈലി അയക്കുക? ഈ ഇമോജിയാണ് അയക്കുക അല്ലേ? That shows smile, excited. The first emoji shows smile, happy and excited. ഒന്നാമത്തെ ഇമോജി എന്താ പ്രതിനിധാനം ചെയ്യുന്നത്? എന്താ എക്സ്പ്രസ് ചെയ്യുന്നത്? The first emoji express our excitement, happiness and our smiling face. Okay. I am like this when I am angry. Okay, that is red, proud and grumpy. അല്ലേ? I am in red color. നമുക്ക് ദേഷ്യം വരുമ്പോ നമ്മുടെ മുഖമൊക്കെ ചുവന്ന് വരുമല്ലേ, ചുവന്ന് വരില്ലേ ദേഷ്യം വരുമ്പോ? Yes. And I am like this when I am angry. Yes. Angry means ദേഷ്യമാണ് കേട്ടോ. I am like this when I am sad. ഇനി എനിക്ക് സങ്കടം വന്നാലോ? സങ്കടം വന്നാൽ എങ്ങനെയാ? I will cry അല്ലേ? I will cry when I am sad അല്ലേ? അവിടെ ടീയേഴ്സ് കാണാൻ പറ്റുന്നില്ലേ? Can you see tears? ടീയേഴ്സ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? Yes. I am like this when I am sad അല്ലേ? എനിക്ക് സങ്കടം വരുമ്പോ ഞാൻ ഇങ്ങനെയാണ്. Whenever I am silly, my dash goes like this. അല്ലേ? ആണ്. അതിനൊക്കെ അവിടുന്ന് ഡെമോ ചെയ്യുന്നുണ്ട് അല്ലേ? എങ്ങനെയാണ്? ഞാൻ സില്ലി ആവുന്ന സമയത്ത് അല്ലേ, ഞാൻ ഫണ്ണ് പറയുന്നത്, തമാശ പറയുന്ന സമയത്ത് ഞാൻ എങ്ങനെയാണ്? My one eye and tongue goes like this. ആ പിക്ചറിൽ കാണുന്ന പോലെ. മിസ്സിന് അത് കളിക്കാൻ അറിയത്തില്ല കേട്ടാ. ഓക്കെ, നിങ്ങൾ അവിടുന്ന് എന്നെക്കാട്ടില് സൂപ്പർ ആയിട്ട് കളിക്കുന്നുണ്ട്. ഓക്കെ. When I am silly, my one eye and tongue goes like this. അല്ലേ? ഞാൻ സില്ലി ആവുന്ന സമയത്ത് എന്റെ ഒരു കണ്ണും ഒരു നാക്കും സൈഡിലേക്ക് ചെരിഞ്ഞു പോകുന്നുണ്ട്. യെസ്. My head, tongue and eyes goes like this. Okay, then next. I dash if I like you. അല്ലേ? I will blink when I like you. അല്ലേ? ഞാൻ എൻ്റെ ഒരു കണ്ണ് മാത്രം അടക്കും. എന്തിനു വേണ്ടിയിട്ടാ? When I like you. അല്ലേ? എനിക്ക് നിങ്ങളെ ഇഷ്ടമാവുന്ന സമയത്ത്, ഞാൻ നിങ്ങളെ ഇഷ്ടമാവുന്ന സമയത്ത് my one eye goes like this. My eyes and my face goes like this. Okay. Or blow you a, what was that? പറക്കുന്ന ഉമ്മയെല്ലാം കൊടുക്കല്ലേ നമ്മള് ഇല്ലേ? ഫ്ലൈയിങ് കിസ് ഒക്കെ കൊടുക്കും. എന്താ പറഞ്ഞു? ഹാർട്ട് ആണല്ലേ? യെസ്. എനിക്ക് നിങ്ങൾ ഇഷ്ടമാകുന്ന സമയത്ത് എങ്ങനെയാ ഞാൻ ചെയ്യാ? ബ്ലോ യു എ. Blow you a. What is the meaning of that? Blow you a. Make a gesture as though sending a kiss through the air. What is this? Sending a kiss through the air അല്ലേ? എയറിലേക്ക് ഒരു ഉമ്മ കൊടുക്കാണ്. ഫ്ലൈയിങ് കിസ് ആണ് അല്ലേ? യെസ്. കൈ കൊണ്ട് നമ്മൾ എങ്ങനെയാ കൊടുക്കുക? ഇങ്ങനെ കൊടുക്കുക അല്ലേ? ഇതിപ്പോഴോ? ഓക്കെ. If I like you or blow you a flying kiss. Yes. I am like this when I am tired. Tired ആവുന്ന സമയത്ത് നിങ്ങൾ ഏത് സ്മൈലി അയക്കുക? ഇവിടെ കാണുന്നത് പോലെയാണ് അല്ലേ? What is that? അതെന്താണ്? When I am tired അല്ലേ? ഇല്ല, ഉറക്കം വരുന്ന സമയത്ത് when I feel sleepy. I am like this അല്ലേ? ഞാൻ ഇങ്ങനെയാണ്. Then when I like this when I am afraid. ഇനി എനിക്ക് പേടിയുള്ള സമയത്ത് ഞാൻ എങ്ങനെയാണ്? I am like this അല്ലേ? ഞാൻ എങ്ങനെയുള്ളത്? I am trying അല്ലേ? പേടിയുള്ള സമയത്ത് I am trying. Yes. When I am afraid I will cry. Okay, when I am afraid I will cry. Okay, then next. I have the most flexible like this ever made. Okay, I have the most flexible means able to show many emotions. Okay, flexible here means able to show many emotions.
നിങ്ങൾ ഇനി അടുത്ത ഇമോജി കണ്ടോ? ആ ഇമോജി എന്താണ്? ഫസ്റ്റ് വൺ അത് ഫേസിനെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഫേസ് എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മൗത്ത് ചില സമയത്ത് ഒന്നും മിണ്ടില്ല എന്നുള്ള കാണിക്കാൻ വേണ്ടി നമ്മള് ആ ഒരു സ്മൈലി അയക്കാറുണ്ട് അല്ലെ? ദെൻ പിന്നെ ബോറടിക്കുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ സ്മൈലി അയക്കും അല്ലെ? നമ്മൾ ബോറടിക്കുകയാണെങ്കിൽ നമ്മൾ ആ സ്മൈലി അയക്കും അല്ലെ? യെസ്, ഐ ക്യാൻ ഷോ മൈ ഇമോഷൻസ്. ഐ ക്യാൻ ഷോ മെനി ഇമോഷൻസ് ത്രൂ ദിസ് വൺ സ്മൈലി. ഈ ഒരു സ്മൈലിലൂടെ നമുക്ക് ഒരുപാട് നമ്മുടെ ആക്ഷൻസ് കാണിക്കാൻ വേണ്ടി പറ്റും അല്ലെ? യെസ്, ഐ ഹോപ്പ് ദാറ്റ് യു. നമ്മൾ തമ്പ് കാണിക്കാറുണ്ട്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? തമ്പ് കാണിച്ച് നമ്മൾ എന്ത് വിചാരിക്കും? ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യും അല്ലെ? ഒരു സ്റ്റാൻഡേർഡ് ഫീൽ ചെയ്യും നമ്മൾക്ക് അല്ലെ? അല്ലേ? യെസ്, ഐ ഹോപ്പ് ദാറ്റ് യു തമ്പ് മീ ആൻഡ് ഡോണ്ട് തിങ്ക് ഐ ആം റൂഡ്. സ്റ്റാൻഡേർഡിറ്റി മാത്രമേ കാണിക്കുള്ളൂ അല്ലെ? പക്ഷെ ഞാൻ ഭയങ്കര പരുഷമാണ്, ഞാൻ ഭയങ്കര ഹാർഡ് ആണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഓക്കെ, ഐ ആം ഷോ ദ ഇമോജി ഐ ആം വൺ ഡ്യൂഡ്. ഓക്കെ, ഐ ഹോപ്പ് ദാറ്റ് യു തമ്പ് ഹാൻഡ് ലൈക്ക് മീ. Okay, what is this thumb? My hand goes like this when I agree you. അല്ലേ? ഞാൻ എന്തെങ്കിലും കാര്യത്തിന് agree ചെയ്യുന്നുവെങ്കിൽ my hand or my thumb goes like this. Yes. And don't think I am rude. Do not think I am rude. Okay. Yes. I am Joe the emoji. I am one dude. Okay, നമ്മുടെ റിലു അവിടെ ഇരുന്നിട്ടുണ്ട്. She is also a dude. What is the meaning of dude? A stylish and confident person. Okay, emoji says that I am dude. I am Joe the emoji and I am dude. I am a stylish person. I am a confident person. The emoji says that I am a confident person. I am a stylish one. Okay. Okay, that's enough. It is a small poem having 4 stanzas written by Ken Nesbitt. Who is the author of this funny poem? Ken Nesbitt. Okay, Benita, adhiga zoom cheyalla ട്ടോ. Who is the author of the poem? Ken Nesbitt. Okay, who is he? He is the author of the Joe the emoji, the poem Joe the emoji. Okay, understood? Do you have any doubt about this poem? ഈ പോയത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഉണ്ടോ? No, it's very simple. It's very funny, അല്ലേ? It's about emoji that we are familiar with. അല്ലേ? Okay, that's it. Okay, then take the next page, page number 15. Page number 15, understanding the poem. Page number 15, understanding the poem. Take the correct words within the brackets to complete this summary of the poem. Okay? That passage is the summary of the poem. What is the meaning of summary? സംക്ഷിപ്ത രൂപമാണ് അല്ലെ? ചെറിയ ചുരുക്ക രൂപമാണ്. ആ പോയത്തിൽ എന്താണ് പറയുന്നത് എന്ന് ഇവിടെ പാരഗ്രാഫിൽ പറയുന്നതാണ് എന്ത്? സമ്മറി. സമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സമ്മിറ്റ് അപ്പ് ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലെ? സമ്മപ്പ് എന്നൊക്കെ കണ്ടിട്ടുണ്ടാവും. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്? സംക്ഷിപ്ത രൂപമാണ്, ചുരുക്ക രൂപമാണ് അല്ലെ? യെസ്. Take the correct words within the brackets to complete the summary of the poem. We have to complete the summary of the poem by choose the correct words within the brackets. Okay, the vayichu nokka. Are you ready? All stand up. Benita, turn on the video. All stand up, make it fast. All stand up. Jomal and Jewel. Okay, then sit down. Sit down. Sit down. Benita, turn on a video. Onnu model video on aaki vegam. In this poem, sit down. In this poem, Joe the emoji talks about himself. Okay, what is in the poem? Endha poyathilulladu? In this poem, Joe the emoji talks about himself. We can say he talks about himself. He tells us about the different faces he makes. Alle endha അദ്ദേഹം പറഞ്ഞത്? He tells us the different faces he makes. alle അവൻ ഉണ്ടാക്കുന്ന different faces നെ കുറിച്ചിട്ടാണ് ഇവിടെ പറഞ്ഞു തരുന്നത്. He smiles or cries.
Bracketൽ ശ്രദ്ധിക്കണേ ഷെസിൻ. Look at your textbook. All of you look at your textbook. Joel Joseph, turn on the video. First one. He smiles or cries when he is glad. Eh? Once more. One second. You എല്ലാവരും അൺമ്യൂട്ട് ചെയ്യാം. ആൻസർ പറഞ്ഞു തരണേ. ആൻസർ മാത്രം പറഞ്ഞാൽ മതി. Do not talk with others. Okay. He smiles or cries. What is the answer? അവന് സന്തോഷമാണ്, ചിരിക്കാനോ കരയാണോ ചെയ്യുക? What is the answer? Smile. Yes. Smile. Okay, understood. He smiles. You can take smiles. Smiles എടുക്കിയതോ? He smiles when he is glad. Okay. Then his face turned green or red when he is angry. Red. Red color. When he became angry, his face became red. Red. And a yarn or teardrop appears when he is sad. അവന് സങ്കടം വരുന്ന സമയത്ത് എന്താ മുഖത്ത് കാണുക? Teardrop. Teardrop ആണല്ലേ? കണ്ണുനീർ തുള്ളിയല്ലേ കാണാൻ പറ്റുന്നത് അല്ലേ? Yes, teardrop. Then teardrop appears when he is sad. Whenever he is silly, he wears dark glasses or sticks his tongue out. Is this right answer? അവൻ സില്ലി ആയിരിക്കും എന്താ ചെയ്യാ? ഗ്ലാസ് വെക്കുവാണോ ചെയ്യാ അതോ sticks his tongue out? അവന്റെ ഒരു നാക്ക് സൈഡിലേക്ക് വരുവാണോ ചെയ്യാ? Sticks his tongue out. Yes, you can take the second one. Sticks his tongue out. അല്ലേ? Yes. Okay then. He will wink at you or blow you a kiss if he likes you. He sleeps or cries when he is tired. Sleep. Tired ആയിരിക്കും അവൻ എന്താ ചെയ്യാ? He sleeps. You can take sleep. Okay. When he is tired and sings or cries when he is afraid. പേടിക്കുന്ന സമയത്ത് എന്താ ചെയ്യാ? Afraid means പേടിക്കുക. പേടിച്ച സമയത്ത് പാട്ട് പാടുകയോ കരയാണ് ചെയ്യുക? Cry. Yes, when he is tired, he cries. അല്ലേ? Then he has the most flexible face ever made. He hopes that you meet or like him and don't think. Okay. He hopes that you meet or like. Meet. Like. Yes, he hopes that you like him and don't think he is rude or silly. Rude. Last എന്താ മക്കളെ പറഞ്ഞത്? I hope you like me. അല്ലേ? ഇങ്ങനെ കാണിച്ച ലൈക്ക് അല്ലേ? നമ്മൾ ലൈക്ക് ഇടുന്നത് ഇതുകൊണ്ടല്ലേ? Yes. Okay. He hopes that you like him and don't think he is rude. അല്ലേ? The last one. Joe the emoji thinks he is a boring or cool dude. Cool. Yes, you can take the last one. Cool. Okay, have you finished? We have remaining only 1 minute here. Shall we wind up the class? Class wind up, Miss. Yes. Okay, then bye. See you in the next class. We have one more class today. Okay. Bye. Bye. Okay. എല്ലാവരും present mark ചെയ്തതല്ലേ? Present mark ചെയ്തതല്ലേ? Yes. Okay.